സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് റീസാറ്റ് 1. ഏതു വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? 2010. ആരുടെ ആത്മകഥയാണ് കുമ്പസാരങ്ങൾ? അത് റുസോയുടെയാണ്. ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം ഏതു വർഷം നടന്നു? 1941. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളിൽ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഏത് സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാളിലാണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിൻ്റെ 5 വളയങ്ങളിൽ നീല വളയം എന്തിനെ സൂചിപ്പിക്കുന്നു? യൂറോപ്പിനെയാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് എന്താണ്? അത് കബഡിയാണ്. ബംഗ്ലാദേശിൻ്റെത് കബഡിയാണ്. ഇനി ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ഒരു സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. 1936 നവംബർ 12 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വൈറ്റമിൻ ഇ. കാനിസ് ഫെമിലിയാരിസ് എന്ന ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? അത് നായയുടേതാണ്. അടുത്തത്, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ സെറിബൽ കോർട്ടക്സിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നതിലോ ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. ചെന്തരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരിണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാണ് ബോധേശ്വരൻ. ചിങ്ങം 1 ആചരിക്കുന്നത് കർഷക ദിനമായിട്ടാണ്. മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് BEM. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയാണ് സർ സി ശങ്കരൻ നായർ. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് മറയൂർ. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ വടക്കേയറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാക്കോൾ എന്നാണ്. ഹിരാക്കൂഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. എണ്ണൂർ തുറമുഖമുള്ളത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഗുൽബർഗ്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വച്ചതാണ് ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറു ഭാഗങ്ങളിൽ ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്താണ് മത്താൻകാർ. 1930 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ വൈസ്രോയിയാണ് കോൺവാലിസ്. ആനന്ദമഠം രചിച്ചതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവാണ് APJ അബ്ദുൽ കലാം. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗ്രേഡ്. താഷ്കന്റ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ, സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ രൂപം കൊടുത്ത പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഗ്രാമതല ആരോഗ്യം, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. രാഷ്ട്രീയ മധ്യാമുഖ ശിക്ഷാഭിയാൻ ലക്ഷ്യമിടുന്ന എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം വിദ്യാഭ്യാസം. അബ്സ്ഫ നിയമം കരിനിയമത്തിനെതിരെ പോരാട്ടം നടത്തിയതാണ് ഇറോം ഷാനു ശർമിള. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് സുഭാഷ് ചന്ദ്ര ബോസാണ്. താഴെ പറയുന്നവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി. സിറ്റിസൺ ഫോർ ഡെമോക്രസി. താഴെ പറയുന്നവയിലെ സൈബർ കുറ്റകൃത്യങ്ങളിലെ ഉപകരണങ്ങളിൽ പെടാത്തതായി പറയുന്നത് പ്രസ്സാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ, ഡിജിറ്റൽ ക്യാമറ, മൊബൈൽ ഫോൺ, പ്രസ് എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രസ് ആണ്.